സ്നേഹത്താൽ അടിത്തറ കെട്ടി കാരുണ്യത്തിൽ കെട്ടിപ്പൊക്കി കരുതൽ മേൽക്കൂരയിട്ട 350 വീടുകൾ. സാമൂഹിക പ്രവർത്തക ഡോക്ടർ MS സുനിൽ നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനങ്ങളാണിത്. അടച്ചുറപ്പുള്ള കൂര എന്നത് സ്വപ്നത്തിൽ മാത്രം കണ്ട ആരോരുമില്ലാത്തവർക്ക് മനസ്സിൽ നന്മ പറ്റാത്ത ഒരു പിടി നല്ല മനുഷ്യരുടെ സ്നേഹക്കരുതലാണീ വീടുകൾ. പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജിലെ സുവോളജി വിഭാഗം മേധാവിയായിരുന്നു ഡോക്ടർ MS സുനിൽ. സ്വന്തമായി വീടില്ലാത്ത തൻ്റെ വിദ്യാർത്ഥിനിക്കായി വീട് നിർമ്മിച്ചു നൽകിയത് 2005-2006 കാലഘട്ടത്തിൽ NSS പ്രോഗ്രാം ഓഫീസറായിരിക്കുകയാണ്. രണ്ട് സംഭവങ്ങളാണ് വീടെന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരാൻ എന്നെ ഇടയാക്കിയത്. എന്ന് വെച്ചാൽ അത് രണ്ട് കാഴ്ചകളാണ്. ഒന്ന്, ഞാൻ NSSന്റെ പ്രോഗ്രാം ഓഫീസറായിട്ടായിരുന്നു പത്തനംതിട്ട കാതോലിക്കൽ കോളേജിൽ സുവോളജിയുടെ ടീച്ചറായി പ്രവർത്തിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരു ഡ്യൂട്ടിയാണ് NSS പ്രോഗ്രാം ഓഫീസർ എന്നുള്ള ഒരു ചാർജ് എന്ന് പറയുന്നത്. അപ്പം അന്ന് ഒരു വീട് വെക്കണം എന്നുള്ള രീതിയിൽ ക്യാമ്പിനോടനുബന്ധിച്ച് ഒരു വീട് വെക്കണം. ആർക്കാണ് വീട് വെക്കേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചു. പലരോട് ചോദിച്ചു. വീടില്ലാത്തവര് നമ്മൾ അങ്ങനെ അറിയത്തില്ലല്ലോ. കോളേജിൽ പഠിപ്പിക്കുകയാണ്. ഞാനന്ന് തിരുവനന്തപുരത്തു നിന്ന് വന്ന് ഡെയിലി യാത്ര ചെയ്താണ് ഞാൻ പത്തനംതിട്ട വന്നുകൊണ്ട്. അപ്പം ഇവിടെ വരും നമ്മൾ ബസ്സിലൊക്കെ ഇരിക്കുമ്പോഴും കാറിൽ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ റോഡ് സൈഡിലൊക്കെ എല്ലാവരും നല്ല വീടുകളൊക്കെ വെച്ചാണ് താമസിക്കുന്നത്. ഞാൻ MSc പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ ഒരു കുട്ടിയാണ് എന്നോട് പറഞ്ഞത്, ടീച്ചർ നമ്മുടെ ക്ലാസ്സിൽ ആശ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വീടില്ല എന്ന് പറയുകയും അങ്ങനെ ആ കുട്ടിയുടെ വീട് അല്ലെങ്കിൽ അപ്പം താമസിക്കുന്ന സാഹചര്യം കാണാനായിട്ട് ഞാനും എൻ്റെ കൂടെയുള്ള 2 പ്രോഗ്രാം ഓഫീസർമാരെയും വിളിച്ചുകൊണ്ട് നമ്മൾ കൊടുമൺ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു പുറമ്പോക്കില് കുടിലിൽ കഴിയായിരുന്നു ഈ കുട്ടി. അച്ഛനും അമ്മയും ഉപേക്ഷിച്ചിട്ട് പോയതാണ്. ഒരു പ്രായമായ മുത്തശ്ശിയോടൊപ്പം ഒരു പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്തൊരു കുടിലിൽ. വളരെ ഷോക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കാര്യം ഞാൻ ഈ തലേ ദിവസം എൻ്റെ ക്ലാസ്സിൽ ഈ കുട്ടി ഇട്ടുകൊണ്ട് വന്ന ചുരിദാറിന്റെ ഷോളായിരുന്നു ഈ കുട്ടിയുടെ ഈ കുടിലിന്റെ വാതിലെന്ന് പറയുന്നത്. ആ ഷോക്കിംഗ് സംഭവത്തിൽ നിന്നാണ് ഞാൻ ഈ ഒരു വീടെന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക്, ഈ കുട്ടിക്ക് ഒരു വീട് വേണം, ഒരു പെൺകുട്ടിയല്ലേ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഈ കുട്ടിക്ക് ഒരു സുരക്ഷിതത്വം ഒരുക്കേണ്ടെന്നുള്ള ആ ഒരു ബോധത്തിൽ നിന്നാണ് ആദ്യത്തെ വീടെന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. ട്രൈബൽ മേഖലയിൽ ഒരു വിഭാഗം ആദിവാസി ആൾക്കാരെ, പ്രിമിറ്റീവ് ആയിട്ടുള്ള മലബണ്ടാരം എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ കാണാനായിട്ട് ഇട വന്നു. അപ്പൊ അവര് നമ്മളെ കാണുമ്പോൾ ഉള്ളിലോട്ട്, അതായത് വനമേഖലയിൽ മരച്ചില്ലകളുടെ അല്ലെങ്കിൽ മരത്തിന്റെ ഒക്കെ ബാക്കിലോട്ട് ആരും കാണാതെ നമ്മൾ ആരെങ്കിലും ചെല്ലുന്നു എന്നറിയുമ്പോൾ ഓടി ഒളിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളായിരുന്നു. അപ്പം അവരുടെ ഇടയിൽ അവരെ കാണാനായിട്ട് ചെല്ലുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവർക്ക് കുടിലുമില്ല, വീടുമില്ല, ഒന്നുമില്ല. കൊച്ചു പിള്ളേരുമായിട്ട് ഒരു വീട്ടിൽ 6-7 കൊച്ചു പിള്ളേരുണ്ട്. ഇവരുമായിട്ട് ഈ വലിയ മരങ്ങളുടെ ഒക്കെ ഇടയ്ക്കുള്ള സ്പേസ് ഉണ്ട്, ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന പൊത്തുപോലെ നമ്മൾക്ക് പറയത്തില്ലേ, നനയാതിരിക്കാനുള്ള ചെറിയ സ്പേസുകളുണ്ട്. ആ സ്പേസിലാണ് ഇവര് അന്ന് താമസിച്ചത്. അത് വളരെ ശരിക്കും നമുക്കൊത്തിരി ചിന്തിക്കാനുള്ളൊരു സമയം, അല്ലെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ചിന്തകളെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയായിരുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ആദ്യം അവർക്ക് കുടിൽ വെച്ച് കൊടുക്കുന്ന ഒരു സംഭവത്തിലേക്ക് ഞാൻ പോയായിരുന്നു. പക്ഷെ വീടെന്നുള്ളൊരു കൺസെപ്റ്റ്, അതായത് വീടില്ലാതെ ഇതുങ്ങൾ എങ്ങനെയാണ് താമസിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. ഈ 2 കാഴ്ചകളാണ് ഞാൻ ഈ പറയുന്ന ഷെൽട്ടർ ഒരുക്കാവുന്ന ഒരു സംരംഭത്തിലേക്ക് എന്നെ കൊണ്ട് ദൈവം എത്തിച്ചതെന്നാണ്. സഹായവുമായി NSS വോളണ്ടിയർമാരും മറ്റു പലരും എത്തിയതോടെ ആദ്യ സ്നേഹവീട് ഉയർന്നു. ആ മുന്നേറ്റമാണ് ഇന്ന് 350ഓളം വീടുകളിൽ എത്തി നിൽക്കുന്നത്. നേരത്തെ ഇരുന്ന് പൊളിഞ്ഞ് മഴ പെയ്യുമ്പോൾ ഞങ്ങൾ പാത്രം വെച്ചാ കിടക്കുന്നു. അങ്ങനെ ഒരുപാട് കണ്ണുനീര് ദൈവത്തോട് പറഞ്ഞു. ഈ വീട് തന്നതിന് വളരെ നന്ദി. വീട് ഇങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞ് ഇങ്ങനെ കിടക്കും. പിന്നെ ശ്വാസം മുട്ട് കൂടി
ഞാൻ ആശുപത്രിയിലും. ഇവർ കുറേ കാലം കൊണ്ട് എൻ്റെ ഒരിക്കലും എനിക്ക് തോന്നുന്നു 1 വർഷത്തിന് മുമ്പ് തൊട്ട് ഇങ്ങനെ വീട് വേണം, വീടില്ല, ഇപ്പോൾ ഉരുണ്ട് വീഴുന്ന പരുവത്തിലാണെന്നൊക്കെ പറഞ്ഞ് വിളിക്കുമായിരുന്നു. പക്ഷെ നമുക്കൊരു വരാനുള്ളൊരു സാഹചര്യം വന്നില്ല. കാര്യം ഇവർക്ക് വീട് പണിയാനുള്ളൊരു സ്പോൺസറെ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് വരുള്ളൂ. അത് അവർ ഇങ്ങോട്ട് ആവശ്യപ്പെടണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് പെട്ടെന്ന് ഒരാൾ വന്നു. നമ്മളിവിടെ വന്ന് നോക്കുന്ന സമയത്ത് ഇവരുടെ വീട് വീണ് പോകാറായ അല്ലെങ്കിൽ വീഴുന്ന പരുവത്തിലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വീട് ഒരു റിട്ടയർഡ് ആയിട്ടുള്ളൊരു സാറിൻ്റെ സഹായത്താലാണ് അദ്ദേഹം പണിയുന്ന 2ാമത്തെ വീടായിട്ടാണ് നമ്മളിവിടെ. പഠിക്കുന്ന കുട്ടികളെ ആണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുക, മറ്റുള്ള കുട്ടികൾക്ക് സൗകര്യങ്ങളുണ്ടായിട്ട് ആണ് പഠിക്കുന്നത്, ഞങ്ങൾക്ക് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഇനി പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഇനി സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ആ സൗകര്യങ്ങളിരുന്ന് നല്ലതുപോലെ പഠിച്ചിട്ട് വേണം, ഇനി വേറെ ആരെയും ആശ്രയിക്കാതെ വേണം അഡ്മിഷൻ മറ്റ് ഹയർ സ്റ്റഡീസിനൊക്കെ നമ്മൾ മാർക്ക് മേടിച്ചെങ്കിൽ മാത്രമേ നമ്മൾ സ്വന്തമായിട്ട് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. എന്നിട്ട് നല്ല ജോലി മേടിക്കുക, നിങ്ങളുടെ കുടുംബത്തെ നോക്കുക, മറ്റുള്ളവരെ കൂടെ കരുതുക എന്നുള്ളൊരു. 1.5 പതിറ്റാണ്ടിനുള്ളിൽ ഇത്രയേറെ വീടുകൾ നിർമ്മിച്ചു നൽകിയ സ്നേഹനിധിയായ ഡോക്ടർ MS സുനിൽ കാരുണ്യത്തിന്റെ മാർഗദീപമാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ മാതൃകയാക്കേണ്ട ഒരമ്മയാണ് മുൻ കോളേജ് അധ്യാപികയായ ഡോക്ടർ സുനിൽ. ഇതിനോട് ഇങ്ങനെ 352 വീടുകളാണ് വീടുകളില്ലാതെ സ്വന്തമായിട്ട് വീട് വെക്കാൻ നിവൃത്തിയില്ലാത്ത ഏറ്റവും ജെന്യുവനായിട്ടുള്ള സ്ത്രീകളും കുട്ടികളുമുള്ള കുടുംബങ്ങൾക്കായിട്ട് നൽകിയത്. അപ്പം അത് 352 ചെയ്തപ്പോൾ ഇപ്പോൾ കുറേ എണ്ണം ചെയ്യുന്നുണ്ട്. അത്രയും ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു എനിക്കൊരു ലക്ഷക്കണക്കിന് ആപ്ലിക്കേഷൻസുകളും, സത്യം പറയാം ആപ്ലിക്കേഷൻ എന്ന് വെച്ചല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നേരി കാണാതെ ചെയ്യത്തുമില്ല. അപ്പം ആവശ്യക്കാർ ഒത്തിരി വന്നതിൽ നിന്നാണ് ഏറ്റവും സോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഏറ്റവും ജെനുവിനാണെന്ന് നമ്മൾ നേരിട്ട് മനസ്സിലാക്കി ഇത്രയും വരെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് തനിയെ മാനേജ് ചെയ്യാൻ കഴിവുള്ള ഒത്തിരി പേരുണ്ട്. അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ നമുക്ക് കയ്യിലുള്ളത് കൊണ്ട്, നമ്മുടെ കയ്യിൽ പൈസ കുറച്ചുണ്ടെങ്കിൽ ആ പൈസ കൊണ്ട് നമ്മൾക്ക് താൽക്കാലികമായിട്ട് ആരുടെയും സഹായമില്ലാതെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള വീടുകൾ ചെയ്യുക. മലയാളിയെ സംബന്ധിച്ച് അവന് മണി മാനേജ്മെന്റ് എന്നുള്ള കാര്യം കൂടുതൽ പേർക്കും അറിയത്തില്ല. ചെറിയ പൈസ കൊണ്ട് തനിയെ വീട് വെച്ചാൽ, അതായത് മറ്റാരെ ഏൽപ്പിക്കാതെ പണിക്കാരെ നിർത്തി നമ്മൾ തന്നെ നേരിട്ട് സാധനം വാങ്ങി നമ്മൾ ചെറിയൊരു സംവിധാനം ഒരുക്കാൻ ഏതൊരാൾക്കും പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഈ സ്നേഹവും കരുതലും തന്നെയാണ് സ്ത്രീകളുടെ നേട്ടങ്ങൾക്കായി നമ്മുടെ രാജ്യം നൽകുന്ന പരമോന്നത ബഹുമതിയായ നാരീശക്തി പുരസ്കാരത്തിന് 2017 ഡോക്ടറെ അർഹയാക്കിയത്. 2005 തൊട്ട് ഞാനിത് ചെയ്യുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ ഒരാൾ തരുന്ന പൈസ, അപ്പം ആ പൈസ പൂർണ്ണമായിട്ട് എത്തട്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഈ പണി ഒരു മെയിൻ മേശരി അങ്ങ് ഏൽപ്പിക്കുമായിരുന്നു. അപ്പം അങ്ങനെ വന്ന സമയത്ത് അവർ തന്നെ ഈ പണിയിൽ ഉഴപ്പ് കാണിക്കുകയും അതിൽ നിന്ന് ലാഭം എടുത്തുകൊണ്ടായിരിക്കാം എന്തോ വീട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നല്ല വീടുകൾ ആയിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു ചിന്ത. അതെപ്പോഴും മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ തന്നെ നേരിട്ട് സാധനം വാങ്ങി പണിക്കാരെ നിർത്തി കുറ്റിയടിക്കുന്നത് തൊട്ട് താക്കോല് കൊടുക്കുന്നത് വരെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മേൽനോട്ടത്തിൽ തന്നെ നടത്തിക്കൊണ്ട് പോകണം എന്നുള്ള നിർബന്ധം ഉള്ളത് കൊണ്ടാണ് അപ്പം നമ്മൾ മേടിക്കുന്ന സാധനങ്ങൾ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് തന്നെ നമുക്ക് മേടിക്കാൻ സാധിക്കും. മിക്ക ദിവസങ്ങളിലും നമ്മൾ സൈറ്റിൽ ചെന്ന് നമ്മൾ തന്നെയാണ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നതുമല്ല. പണ്ട് എനിക്ക് 1.5 ലക്ഷം രൂപയ്ക്കൊക്കെ ഞാൻ വീട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അത് മിനിമം 5.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ അളവിലുള്ള വീട് ചെയ്യാൻ പറ്റും. ഒരാൾ തരുന്ന പൈസ എത്രയാണ്, അവിടുത്തെ സാഹചര്യം എന്താണ്, ഈ ബെനിഫിഷ്യറീസിൽ അംഗങ്ങൾ എത്ര പേരുണ്ട്, അവരുടെ സ്ഥലം എത്ര ഉണ്ട്, അതിനനുസരിച്ചായിരിക്കും നമ്മൾ അന്നേരം ഡിസൈഡ് ചെയ്യുന്നല്ല. നേരത്തെ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് ഇന്ന വീടുകളായിരിക്കും എന്നൊന്നും ഇല്ല. അതുകൊണ്ട് 352 വീട് കൊടുത്തപ്പോൾ 352 വീടും ഡിഫറെന്റ് മോഡൽസും ഡിഫറെന്റ് കൺസെപ്റ്റിലുള്ള വീടുകളാണ് പടുന്നത്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സുരക്ഷിതമായ ഒരു വീട് നൽകണമെന്ന ലക്ഷ്യവുമായി മുന്നോട്ട് കുതിക്കുന്ന ഡോക്ടർ സുനിൽ നന്മയുടെ പ്രതീകമാണ്. എനിക്കും എൻ്റെ ബന്ധുമിത്രാദികൾക്കും മാത്രമല്ല, എങ്ങനെയും പണം ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്ന നമ്മുടെ നല്ലവരായ രാഷ്ട്രീയ നേതാക്കളും
ഇവരെ മാതൃകയാക്കിയാൽ നമ്മുടെ കേരളവും തീർച്ചയായും രക്ഷപ്പെടും.